ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ബുള്ളറ്റിൻ്റെ സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആണ്. അത് സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് വന്ന വണ്ടിയാണ്. അത് സെൻസർ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. അത് ചെക്ക് ചെയ്ത് നോക്കണം. നമ്മൾ ഓണാക്കിയാലും വേണ്ട, ലൈറ്റ് കത്തുണ്ട്, വണ്ടി സ്റ്റാർട്ടാവില്ല. അപ്പോൾ അത് ചെക്ക് ചെയ്യാം. ടാങ്കൊക്കെ അഴിച്ചു വെച്ചോണേ, നോക്കട്ടെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടിയിലത്തെ കണക്ഷനൊക്കെ ഒന്ന് ഊരണം. ഇവിടെ കണക്ഷൻ കണ്ടത് ഈ കണക്ഷൻ ഊരണം, ഊരിയിട്ട് വേണം. അറിയാൻ പാടാത്തവർ കഴിഞ്ഞാൽ ഒടിഞ്ഞു പോകും. ശ്രദ്ധിച്ച് പോകാൻ വരിക. ആ പമ്പിൻ്റെ വില 10,000 രൂപയാണ്. ഇഞ്ചക്ടറിൻ്റെ വയറ് ലൂസായിട്ടുണ്ട്. അതാണ് കംപ്ലൈൻ്റ് എന്ന് തോന്നുന്നു. സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. വാണിങ്ങണ ദശമാണ്. ഇതാണ് പമ്പ്. 10,000 രൂപയുള്ള പമ്പാണത്. ഇതിൻ്റെ വെച്ചാൽ ഈ പൈപ്പ് കണ്ടോ, അത് ഇതുമായിട്ട് കണക്ഷൻ ചെയ്യുന്നത് അഴിക്കാൻ നേരത്ത് നോക്കിയിട്ട് അയച്ചില്ലെങ്കിൽ ഈ കഷ്ണം ഒടിഞ്ഞു പോകും. ഒടിഞ്ഞു പോയാൽ പിന്നെ മൊത്തം പമ്പ് മാറേണ്ടി വരും. 10,000 രൂപ. അതാണ് പ്രശ്നം, ശ്രദ്ധിക്കണം. ഇവിടെ ഫ്യൂൽ പമ്പിൻ്റെ കണക്ഷനാണത്. ഇതിൻ്റെ കണക്ഷൻ സൂക്ഷിച്ചു കൊടുക്കണം. ലോക്ക് സൗണ്ട് കേൾക്കും, ടെക്ന്ന് പറഞ്ഞു. ഇതിനകത്ത് കറക്റ്റായിട്ടൊരു ഉണ്ടോ, സൗണ്ട് ഉണ്ട്. ഈ കണക്ഷൻ വരുമെന്ന് കറണ്ട് വരണ്ടാന്ന് നോക്കട്ടെ. ബാറ്ററിക്ക് ചാർജ് കുറവാണ്. സ്റ്റിക്കർ അടിച്ച് നോക്കണ്ടേ. വരുന്നുണ്ട്. ഓക്കെ, അതായിരുന്നു കംപ്ലൈൻറ്റ്. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ചിലത്. ഇഞ്ചക്ടറിലോട്ട് പോണ വയറേ ലൂസായിപ്പോയി. ഏതെങ്കിലും വയർ ലൂസായി കഴിഞ്ഞാൽ അത് കറണ്ടും ഇതൊക്കെ വരില്ല. പിന്നെ സ്റ്റാർട്ടാകും നോക്കാം. ചിലത് നിസ്സാര കംപ്ലൈൻ്റ് ആയിരിക്കും, ചിലത് നമ്മളെ ആകെ ഇറങ്ങിയറായിക്കളുടെ കംപ്ലൈൻ്റ് ഉണ്ടോ. ഒന്ന് ഓടിച്ചു നോക്കട്ടെ. ലൂസ് പ്രശ്നമൊന്നും ഉണ്ടാകും. അതൊക്കെ ഇതൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് നോക്കാം.
അപ്പോൾ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. ബൈ ബൈ.